സിവിലും ക്രിമിനലും ഭരണഘടനാപരമായ കേസുകളുമൊക്കെ എന്തിനും പോകുന്ന ആളാണ്. സകലകലാവല്ലഭൻ എന്ന് പറയും. അത്രയും പ്രഗത്ഭനാണ്. മാണി സാറിൻ്റെ വക്കീലായിരുന്നു, എം മണിയുടെ വക്കീലായിരുന്നു. VS ശിവകുമാറിന് വേണ്ടിയിട്ട് വാദിച്ചിട്ടുണ്ട്. മറ്റ് പല പ്രമുഖന്മാർക്ക് വേണ്ടിയും വാദിച്ചിട്ടുണ്ട്. പ്രൊഫഷണലാണ്. പുള്ളിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാർക്സിസ്റ്റും BJP എല്ലാം പുള്ളിക്ക് തുല്യമാണ്. നമ്മുടെ പരിശുദ്ധ കാതോലിക്ക ബാബയുടെയും വക്കീലാണ്. അത്രയും പ്രാഗൽഭനാണെന്ന് പറഞ്ഞാൽ പിന്നെ കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം അയക്കാം എന്ന് ചിലരെങ്കിലും വിചാരിച്ചു. പക്ഷേ സംഭവിച്ചത് ഇവരാരും പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. അത് K. ജാജു ബാബു ആണ്. ജാജു ബാബു ആദ്യം VN അശോക് ഗ്രൂപ്പിൻ്റെ ജൂനിയറായിട്ടാണ് എറണാകുളത്ത് പ്രാക്ടീസ് തുടങ്ങിയത്. കോട്ടയം സ്വദേശിയാണ് അദ്ദേഹം. പിന്നീട് KP ദണ്ഡപാണിയുടെ കൂടെയായിരുന്നു. ദണ്ഡപാണി സാർ ഇടയ്ക്ക് ജഡ്ജിയായി പോയപ്പോഴാണ് ഇദ്ദേഹം സ്വതന്ത്രമായിട്ട് പുതിയ ഓഫീസ് തുടങ്ങി അവിടെ പ്രാക്ടീസ് സ്വന്തം നിലയ്ക്ക് ആരംഭിച്ചു. നല്ലൊരു വക്കീലാണ്, കഴിവുള്ള ആളാണ്, പ്രാപ്തനാണ്. ഏത് കേസും തന്മയത്വത്തോടുകൂടി വാദിക്കാൻ കഴിവുള്ള ആളാണ്. കേസ് വാദിച്ച് ജയിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാളാണ് അഡ്വക്കേറ്റ് ജനറലാവാൻ നല്ലത്. അങ്ങനെ വലിയ രാഷ്ട്രീയ പക്ഷപാതിത്വമുള്ള ആളല്ല. സ്വാഭാവികമായിട്ടും BD സതീശൻ ഇദ്ദേഹത്തെയാണ് വിശ്വാസം എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പേരുകളൊക്കെ ഒഴിവാക്കി ഇദ്ദേഹത്തെ നിയമിച്ചത്. കൂട്ടത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായിട്ട് നമ്മുടെ T. അസഫ് അലിയെ നിയമിച്ചു. അസഫ് അലി കോൺഗ്രസ്സുകാരനാണ്, സാക്ഷാൽ കോൺഗ്രസ്സുകാരനാണ്, തലശ്ശേരിക്കാരനാണ്. അദ്ദേഹം തലശ്ശേരിയിൽ മുമ്പൊരിക്കൽ EK നായനാർക്കെതിരായിട്ട് മത്സരിച്ചിട്ടുണ്ട്.